അപ്പോൾ ശ്രീജിത്തേൻ്റെ വേണ്ടി ആഞ്ചൽസ് ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ചേട്ടാ പ്ലീസ് കം. ചേട്ടൻ നേരത്തെ പറഞ്ഞു എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല എന്ന്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. അതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിക്കാനുണ്ട്. കാരണം ഈ ഒരു പ്ലാനോ സ്ട്രക്ചറോ ഡിസൈനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് പങ്കില്ല. ശ്രീജിത്തിന്റെ ആണ് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ. റൈറ്റ് ഫ്രം ദ അവിടുന്ന് തുടങ്ങിയിട്ടുള്ള പുല്ല് മുതൽ ഈ ഇതിന്റെ കംപ്ലീറ്റ് പെയിന്റിങ്ങും ഈച്ച് ആൻഡ് എവറിഥിങ് ഇത് കംപ്ലീറ്റ് ചെയ്ത് ശ്രീജിത്താണ്. നമ്മുടെ റിക്വയർമെന്റ് മാത്രം ഞാൻ ശ്രീജിത്തിനോട് പറഞ്ഞു, നമ്മുടെ നിലവിലുള്ള റൂമിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കണം, ഒരു പ്രൈവസി വേണം, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ട്, കാരണം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയണ്ടായിരുന്നു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീജിത്തിനാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടായിട്ടുള്ളത്, ഏറ്റവും അമൂല്യമായിട്ടുള്ളത് അവരുടെ സമയം തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കുറച്ച് സമയം ഞങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു സന്തോഷത്തിലേക്കായിട്ട് മാറ്റിവെച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെയും ആഞ്ചൽ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെയും പേരിൽ. വൈഷ്ണവി പറഞ്ഞ പോലെ ഒരു ചെറിയ തുടക്കമായിരുന്നു 2013. അപ്പോൾ ഒരു കുഞ്ഞ് ഒരു രീതിയിൽ നമ്മുടെ വീടിനകത്ത് തുടങ്ങുകയും അതല്ലെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് പിന്നെ 2017 ആയപ്പോൾ നമ്മുടെ വീടിനോട് ബാക്കിലായിട്ട് റൂമും കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെയും എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവൾക്ക് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അവളുടെ കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ്, വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്നും പറയാറുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണം, കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം, വർക്ക് മാത്രം നന്നായതുകൊണ്ടായില്ല, നമുക്ക് കുറേ കൂടെ നല്ല ആംബിയൻസ് വേണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അതങ്ങനെ അപ്പോൾ അത് വലിയ സ്വപ്നമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു.
ഇത് ഇങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നാണ് പറയാനുള്ളത്. വലിയ വെൽ പ്ലാൻഡ് ആയിട്ടൊന്നും സംഭവിച്ചതല്ല, തന്നെ അത് അതിന്റെ സമയമായിട്ട് സംഭവിച്ചിരിക്കണു. അതിന് ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അതിനകത്ത് ചെറുതായതല്ലാത്ത വലിയ പങ്കുകളുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും മക്കളും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടും അല്ലെങ്കിലും ലിയാനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒരുപാട് പങ്ക് അതിന് വേണ്ടിയിട്ട് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒഫീഷ്യലായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ സന്തോഷത്തിലേക്ക് മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. എല്ലാവരും അനുവാദത്തോടുകൂടി